പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനത്തിൽ കർത്താവ് വളരെ ശക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. നിങ്ങളുടെ ഓരോ തലമുടിയുടെ നാരും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് നിന്റെ ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളെയും നീ ഭയപ്പെടേണ്ട. വചനം അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും എന്തിനെയാണ് നമ്മൾ ഇപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ച് ഓർത്താണ് ആകുലചിത്തരായിരിക്കുന്നത്? ഈ ലോകത്തിലെ ചില മനുഷ്യർ നമുക്കെതിരായി വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയം കൊണ്ട് ചുരുണ്ടുകൂടിയിരുന്നു പോകുന്നത്? വചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒന്നാമത്തെ വായനയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അടുത്ത വചനത്തിൽ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ വരുന്ന ക്ലേശങ്ങളെ ഓർത്ത് പേടിക്കണ്ട. അതിന് നമ്മളെ തടസ്സം നിൽക്കുകയും അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെയും പേടിക്കണ്ടെന്നാണ് വചനം പറയണേ. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും കർത്താവിന് സാക്ഷ്യം നിൽക്കാൻ, സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. എന്നിട്ടും നമുക്ക് പേടിയാണ്. നമ്മൾ നാവനക്കുന്നില്ല, വചനം പറയാനായിട്ട് നമ്മുടെ നാവ് പൊങ്ങുന്നില്ല, ഈശോയ്ക്ക് സാക്ഷിയാകാനായിട്ട് നമ്മൾ ജീവിതം ഒരുക്കുന്നില്ല, ഒരാളുടെ മുൻപിലും ക്രിസ്ത്യാനിയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. നമ്മളിപ്പോഴും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റിൽ, കോംപ്രമൈസുകളിൽ പോകുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചവരുടെയല്ല. അവിടെ നിന്ന് മരിച്ചവരുടെയല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഈ ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത്, ഈ ലോകത്തിനോട് പല കാര്യങ്ങളും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കും, മരിച്ചവരെ കണക്ക് ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്വർഗത്തിൽ നമുക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് സുവിശേഷത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. വെറുതെ രണ്ട് കല്യാണങ്ങൾക്കിടയിൽ തീർന്നു പോകാനുള്ള ജീവിതമല്ല ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ വിശുദ്ധൻ്റെയും 22 കൂട്ടുകാരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മിക്കവാറും എല്ലാ ആഫ്രിക്കൻ നാടുകളുടെയും അവിടുത്തെ യുവജനങ്ങളുടെയും മധ്യസ്ഥനായി അറിയപ്പെടുന്ന 22 ഉഗാണ്ടൻ രക്തസാക്ഷികളിലെ പ്രധാനിയായ വിശുദ്ധ ചാൾസ് ലെവാങ്കയുടെ തിരുനാൾ നിസ്സാരമായിരുന്നില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവിടെ നിന്ന് കർത്താവിനെ പറയുന്നത് എന്താ പ്രശ്നം? പക്ഷേ ആ നാടുകളിൽ അത് അന്നും ചിലയിടങ്ങളിലൊക്കെ ഇന്നും ഈശോ എന്നുള്ള വാക്ക്, വേറൊരു ദൈവത്തിൻ്റെ വാക്ക്, നാമം പറയുന്നത് ഇങ്ങനെ വധശിക്ഷയ്ക്ക് ഉടനെ വിധിക്കപ്പെടുന്ന, ക്രൂരമായിട്ടുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കാര്യമാണ്. എന്നിട്ടും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ സുവിശേഷ പ്രഘോഷണം ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്നതാണ്. കത്തോലിക്ക സഭാചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായങ്ങൾ എഴുതപ്പെടുന്നത് വിശുദ്ധ ചാൾസ് ലെവാങ്കയുടെയും കൂട്ടുകാരുടെയും ധീര രക്തസാക്ഷിത്വത്തിൻ്റെ പേരിലായിരിക്കും. കാരണം അത്രയും ധൈര്യത്തോടുകൂടെ നിന്ന്, അത്രയും എതിർപ്പുകളുടെ ഇടയിൽ നിന്ന് അവര് അറിഞ്ഞ് വിശ്വസിച്ച് വന്ന, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ഒരാളൊന്നും അല്ല, പക്ഷെ അവരറിഞ്ഞ് വിശ്വസിച്ച് വന്ന, ബോധ്യപ്പെട്ട, തങ്ങൾ കണ്ടനുഭവിച്ച ആ ക്രിസ്തുവിനെ വിളിച്ചു പറയാനായിട്ട് അവർ കാണിച്ചൊരു ധൈര്യമുണ്ട്. അത് കൊട്ടാരത്തിന് അകത്ത് നിന്ന് തുടങ്ങി ഈ നാട് മുഴുവൻ പരത്തി, പിന്നീട് ജയിലിലായപ്പോൾ ജയിലിൽ കിടക്കുന്നവരോട് പോലും സുവിശേഷം പറഞ്ഞ് അവരെ പോലും മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്ന വിശുദ്ധ ചാൾസ് ലെവാങ്ക തങ്ങളുടെ നാടിന്, തങ്ങളുടെ ഭരണത്തിന് എത്രമാത്രം ഭീഷണിയാവുമെന്ന് ഭയന്ന് അദ്ദേഹത്തെ തീയിൽ ചുട്ട് കൊന്നുകളയായിരുന്നു ചെയ്തത്, ദഹിപ്പിച്ചു കളയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരിക പോലും ചെയ്യരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തീയിൽ കൊണ്ടുചെന്നിട്ട് ഇങ്ങനെ അസ്ഥി വരെ ദഹിപ്പിച്ചു കളയുന്ന വിധത്തിലുള്ള ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം. പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് കുതറുക പോലും ചെയ്യാതെ ആ ഒരു കൂട്ടുകാരെല്ലാവരും 22 ഉഗാണ്ടൻ രക്തസാക്ഷികൾ, ആലോചിച്ച് നോക്കിയേ. ക്രിസ്തു എന്നുള്ള നാമം പറയാനായിട്ട് ഒരു സാധ്യതയും ഇല്ലാതിരുന്നൊരു നാട്ടില് നാവ് കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യം നൽകിയ മഹാവിശുദ്ധര്.
വിശുദ്ധ പോളാറാമൻ പാപ്പ ഒരിക്കൽ ആഫ്രിക്ക സന്ദർശനം നടത്തുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്രിസ്ത്യാനിയായിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരത് അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷെ എങ്കിലും നിങ്ങളെന്ന വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും നമ്മുടെ ദൈവത്തിന് സാക്ഷ്യം നൽകുവിൻ. അതെങ്ങനെ മനസ്സാ സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ ബലിയായി കൊടുത്ത് അവന് സാക്ഷ്യമായി മാറിയ അവൻ്റെ സാക്ഷിയായി ഇന്നും ജീവിക്കുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാൾ. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നമ്മൾ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും മരിച്ചവരെ കണക്ക്? ആ ഒരു വാക്കുണ്ടല്ലോ, കൊമാല എന്നൊക്കെ പറയണത്, മരിച്ചവരുടെ നഗരം. ശരിയാണ്, ആളുകൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ മരിച്ചവർ നടക്കുന്നൊരു നാട്. ഒരു ക്രൈസ്തവ സമൂഹത്തെ എടുത്തു നോക്കിയാൽ ലജ്ജിച്ച് തലതാഴ്ത്തി നമുക്കിപ്പോൾ പറയേണ്ടി വരുന്നുണ്ട്. അവനെ പറയാത്ത, ക്രിസ്തു എന്നുള്ള നാമം ഇങ്ങനെ വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്ത, അവന് സാക്ഷിയായി ഇങ്ങനെ ധൈര്യപൂർവ്വം നിലനിൽക്കാനായിട്ട് ആർജവമില്ലാതെ പോയ കൊമാലകളെ കണക്ക് ക്രിസ്ത്യാനികൾ. കർത്താവെ, അങ്ങയുടെ ധൈര്യത്തിൻ്റെ ആത്മാവിനെ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നേരെ മറിച്ച് ശക്തിയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന്, ധൈര്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന്, അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന്, ഒരാൾക്കും തടുത്തു നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള സ്വർഗീയ ശക്തിയുടെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ട കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ ചാൾസ് ലവാങ്കയും കൂട്ടുകാരും വഴി സ്വർഗത്തോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. കർത്താവേ, ഈ ലോകത്തിന്റെ ഒരു കാര്യങ്ങളും അല്ല ചോദിക്കുന്നത്, സ്വർഗത്തിന്റെ ശക്തിയുടെ ആത്മാവിനെ തരണമേ. അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഓർക്കുന്ന ഈ വർഷത്തില് അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ വാക്കുകളിലൊന്ന് പരിശുദ്ധ പാപ്പയുടെ മുൻപിൽ കമിഴ്ന്നു കിടന്നുള്ള നിലവിളിയാണ്. പിതാവേ, വേറൊന്നും വേണ്ട, ഒരാശീർവാദം മാത്രം മതി, സുവിശേഷം ജീവിക്കാനായിട്ടുള്ള ഒരാശീർവാദം മാത്രം. തമ്പുരാനെ, അങ്ങയുടെ സാക്ഷിയായിരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. എങ്കിലും അതിനു വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ടെന്തിനാ ഞങ്ങൾക്ക്? അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.